ട്രിപ്പ് നമ്മുടെ എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞു? ഒരു ഫോർട്ട്, ഒരു പാലസ്, ഒരു മ്യൂസിയം. എന്തിനാ പോകുന്നത്? എല്ലാരും സെറ്റല്ലേ? ട്രിപ്പ് ഓണാക്കണല്ലേ? യെസ് ഗൈസ്, സോ ഇൻട്രോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ 8th ട്രിപ്പാണ്. പോകുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. മരയൂർ, കാന്തല്ലൂർ, ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. സോ രാവിലെ 5 മണിക്ക് തുടങ്ങിയ തുള്ളലാണ്. ഇടവിട്ട് ഓരോരുത്തരെ തുള്ളി വൈബാക്കി അങ്ങനെ 3 മണിക്കൂർ കളിച്ച് ഞങ്ങൾ കാന്തല്ലൂരെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. സോ പൊറോട്ട, മുട്ടക്കറി, ദോശ, ചമ്മന്തി ആയിരുന്നു. നന്നായി എൻ്റെ എക്സ്പ്രഷനാണ് കണ്ടതെന്ന് തോന്നുന്നു. നിന്നെയാണ് ആദ്യം കാണിച്ചത്. അങ്ങനെ ജീപ്പ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. 4 ജീപ്പ്, ഞങ്ങൾ 29 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇതാണ് ജെയിംസ് ഏട്ടൻ, പുള്ളി വേറെ ലെവലാണ്, മനസ്സിലാവും നിങ്ങൾക്ക്. അങ്ങനെ 8 പേര് ഒരു ജീപ്പിലൊക്കെ കയറി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നല്ല റൂട്ടിൽ കൂടി പോകുമ്പോൾ ഞങ്ങൾക്ക് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പക്ഷേ ആ സ്ഥലം പ്രകൃതി രമണീയമായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. സോ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ ആ ലൊക്കേഷനിലെത്തി. സോ ആദ്യത്തെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഭ്രമരം വ്യൂ പോയിൻ്റാണ്. സോ ഇറ്റ്സ് എ ക്വൈറ്റ് പ്ലേസ്, ഭയങ്കര സമാധാനമുള്ള, ഈ ലെമൺ ഗ്രാസൊക്കെ മൊത്തം കൃഷി ചെയ്ത് കിടക്കുന്നൊരു ഓപ്പൺ സ്പേസ്. അവിടെ 2-3 ട്രീ ഹൗസ് ഉണ്ട്. സോ ഒരു ട്രീ ഹൗസിലേക്ക് ഗേൾസ് മൊത്തം കയറി, വേറെ ട്രീ ഹൗസിൽ ബോയ്സ് കയറി. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ബോയ്സിന് ഒരു പട്ടിക്കുട്ടിയെ കിട്ടി. അപ്പോൾ അവർ അതിനെ വെച്ച് കുറേ വീഡിയോ അതിനെ കളിപ്പിച്ചിരിക്കുന്നുണ്ടായിരുന്നു, വിച്ച് ഈസ് സോ കൈൻഡ്. പിന്നെ ഗേൾസ് ഇങ്ങനെ ഓടി സന്തോഷിക്കുന്ന കുറച്ച് വീഡിയോസ് എടുത്തു. ആൻഡ് ഐ ലവ് ദാറ്റ് പ്ലേസ്. ഭയങ്കര സമാധാനം, അത്യാവശ്യം കാറ്റുണ്ട് ചുറ്റും. വെസ്റ്റേൺ ഗാർഡ്സിലെല്ലാം മലകളും അങ്ങനെ. പിന്നെ ഈ ബോയ്സ് അവരുടെ സന്തോഷം ഒരുമാതിരി PT പീരീഡ് കിട്ടിയ ഫീലായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നും ഈ വെയിലത്ത് കിടന്ന് ഓടാൻ ഭ്രാന്തില്ലെന്ന്. വെയിലുണ്ടെങ്കിലും അവിടെ നല്ലൊരു തണുത്തൊരു അന്തരീക്ഷമായിരുന്നു. സോ ഐ തിങ്ക് 23-24 ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കടയിൽ കയറി ജീരകസോടയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത സ്പോട്ടിലോട്ട് പോയി. ദാറ്റ്സ് സ്ട്രോബെറി ഫാം. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷെ കാണാത്ത കുറേ കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായി ഇങ്ങനെയാണ് സ്ട്രോബെറി കൃഷി ചെയ്യുന്നത്. സോ വളരെ ഫ്രഷായിട്ട് നിൽക്കുന്ന സ്ട്രോബെറി അതുപോലെ എടുത്ത് ബോക്സിലാക്കി അത് കുട്ടികൾ അവരുടെ വീട്ടിലോട്ടൊക്കെ വാങ്ങി, അനിയത്തിക്ക് കൊടുക്കാനൊക്കെ വാങ്ങി, വിച്ച് ഈസ് സോ നൈസ്. അങ്ങനെ അതെന്ന് പറഞ്ഞാൽ എനിക്കും തന്നു. അത് വെച്ച് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു. പിന്നെ അത് ഞാൻ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ 3rd സ്പോട്ടിലോട്ട് പോയി, വിച്ച് ഈസ് ദ ഹണി റോക്ക് വ്യൂ പോയിൻ്റ്. അല്ലെങ്കിൽ ഒരു വലിയ മല, അതിൻ്റെ ഒരു സൈഡ് ഫുൾ തേനീച്ച കൂടാണ്, നിങ്ങൾക്ക് കാണാൻ വീഡിയോയിൽ. സോ ഇപ്പോൾ കറൻ്റ്ലി അതിൽ കുറേ തേനിന് വേണ്ടി എടുത്തിരിക്കുകയാണ്. ബട്ട് ഭയങ്കര തണുപ്പുള്ള ഒരു ചെറിയ ഒരു ഗുഹയുടെ ഒക്കെ സൈഡിൽ പോകുന്ന പോലെ ഒരു ഫീല്. അങ്ങനെ ഞങ്ങൾ ആ സ്പോട്ടിൽ അത്രയേ ഉള്ളൂ കാണാൻ. അത് കഴിഞ്ഞ് ഓഫ് റോഡിങ്. ഇപ്പോഴാണ് ശരിക്കും ജെയിംസ് ഏട്ടൻ എത്ര സ്കില്ലുള്ള ഒരാളാണെന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ അടുത്ത 4ാമത്തെ സ്പോട്ടിലോട്ട് പോകണം, വിച്ച് ഈസ് എ വാട്ടർഫോൾ. ഞാൻ ആ സ്ഥലം കാണിച്ചു തന്നിട്ട് അതിൻ്റെ പേര് പറയാം. നിങ്ങൾ ഇപ്പോൾ കാണുന്ന വാട്ടർഫോളാണ് കാന്തല്ലൂർ വാട്ടർഫോൾസ്. കാണാൻ ഭയങ്കര ചെറുതാണെങ്കിലും ഇവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. സോ ആസ് എ ടീച്ചർ കുട്ടികളുടെ സേഫ്റ്റിയൊക്കെ നോക്കി ഗേൾസിന് ഒരു സ്ഥലത്ത് സേഫാക്കി ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്തും ബോയ്സിനെ ഒരു സ്ഥലത്താക്കി ഞാനും അവരുടെ കൂടെ ഇറങ്ങി. എൻ്റെ ദൈവമേ, തണുപ്പെന്ന് പറഞ്ഞാൽ ലിറ്ററലി ഫ്രീസറിൽ വരുന്ന വെള്ളം പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര കഷ്ടമായിരുന്നു അതിൽ ഒരു മിനിറ്റ് നിന്ന് കളിക്കാൻ, കാരണം അത്ര തണുപ്പ്. ഞാൻ പറഞ്ഞ എത്ര ഫീലാവുമെന്ന് അറിയില്ല. കുട്ടികളൊക്കെ മരവിച്ച് കയ്യും കാലും ദേഹവും എല്ലാം മരവിച്ചു. ബട്ട് വി എൻജോയ്ഡ് എ ലോട്ട് ദേ. അങ്ങനെ അവിടെ നിന്ന് കയറി നല്ല ചൂട് മാഗിയൊക്കെ കഴിച്ച് അടുത്ത സ്പോട്ടിലോട്ട് പോയി. എഗെയിൻ ജീപ്പ് തന്നെയാണ് മെയിൻ ട്രാൻസ്പോർട്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഷുഗർ കെയിൻ ഫാക്ടറി പോയി. സോ മരയൂർ ശർക്കര ഈസ് വെരി ഫേമസ്. സോ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു. അതൊരു എൻ്റെ ആദ്യത്തെ കാഴ്ചയാണത്. സോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഷുഗർ കെയിനിൽ നിന്ന് എടുത്ത് പ്രോസസ്സ് ചെയ്ത് ഇതൊക്കെ ചെയ്യുന്നത് കാണാൻ പറ്റി. ദർശൻ, താങ്ക് യു ദർശൻ. സോ ബൈ ആഫ്റ്റർനൂൺ വി ഹാഡ് അവർ ലഞ്ച്. നെയ്ച്ചോറും ചിക്കൻ കറിയും, വെജ് കഴിക്കുന്നവർക്ക് നല്ല മീൽസൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും ജീപ്പിൽ കയറി. അടുത്ത് ഇനി 2 സ്പോട്ടുണ്ട്. സോ ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് വളരെ സമാധാനപരമായ സാൻഡിൽവുഡ് ഫോറസ്റ്റിലേക്കാണ്. സോ അവിടെ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളതൊന്നും അറിയില്ല. ബട്ട് ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഈ റോഡ് കാണാൻ നല്ല ഭംഗിയല്ലേ. അങ്ങനെ ഞങ്ങൾ ആ സാൻഡിൽവുഡ് ഫോറസ്റ്റിലെത്തി. അവിടെ കുറേ നേരം ഇരുന്ന് സമാധാനപരമായി ഇരുന്ന് കുറേ കുരങ്ങന്മാരും
കുറേ മാനൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനൊക്കെ കണ്ട് ഫോട്ടോസും കുറേ സംസാരിച്ച് ഷിഹാൻ ഓടിപ്പോയി വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് ഓടി വന്ന് ജീപ്പിൽ കയറി. സോ ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഫുൾ പ്യുവർ എൻ്റർടൈൻമെൻറ്റാണ്. ആൻഡ് ഈ ട്രിപ്പിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു കാര്യമാണ് ജീപ്പിലെ ട്രക്കിംഗ് എന്ന് പറയുന്നത്. അതും ഈ പാട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വണ്ടി ഓട്ടിക്കുന്ന ആൾക്കും അത്രയും ഒരു എനർജി കിട്ടും. പിന്നെ ജെയിംസ് ചേട്ടൻ്റെ കാര്യം പറയണ്ട, പുള്ളി വേറെ ലെവല്. അയ്യോ, ലിറ്ററലി ഞങ്ങൾക്ക് അഡ്രിനലിൻ റഷ് തന്നുകൊണ്ടേയിരിക്കുന്നു. സോ കണ്ടല്ലോ അല്ലേ, ജീപ്പ് ട്രക്കിംഗ് വേറെ ലെവൽ സംഭവമായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ഈ മലയാണ് മുരുകൻപാറ എന്ന് പറയും. വൈ ബിക്കോസ് അവിടെ ഒരു മുരുകൻ്റെ ഒരു ചെറിയ അമ്പലം പോലെ ഉണ്ട്, അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. സോ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു മലയുടെ മോൾ ഭാഗം. അവിടെ ഇരുന്ന് ചുറ്റും വേറെ കുറേ മലകൾ മാത്രം, നല്ല കാറ്റ്, ഇത്തിരി വെയിലുണ്ടായിരുന്നു. ബട്ട് വിത്തിൻ ഹാഫ് ആൻ അവർ വെയിലൊക്കെ നന്നായി കുറഞ്ഞു പോയി. വി എൻജോയ്ഡ് എ ലോട്ട് ദെയർ. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല സമാധാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റുഡൻസൊക്കെ ആയിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ച് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു 1.5 അവർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കുറേ നേരം. ഇറ്റ് വാസ് സോ ഗുഡ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് അതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് സ്പോട്ട്. അങ്ങനെ ഈ സ്പോട്ടെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ കയറി പൊള്ളാച്ചി വഴി ഞങ്ങൾ പാലക്കാട് വന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം തുള്ളി. എനിക്ക് ഇവരുടെ കൂടെയുള്ള ലാസ്റ്റ് ട്രിപ്പാണ് എൻ്റെ. അത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു. ഭയങ്കര സന്തോഷം. താങ്ക് യു എവരി വൺ സോ മച്ച്. വേഗം പാലക്കാട് എത്തി. ഞങ്ങളൊരു 11:30-12 എത്താമെന്ന് വിചാരിച്ചിട്ട് അവസാനം 10 മണിയായപ്പോഴേക്കും ഞങ്ങൾ നൂർജഹാനിലെത്തി. രാത്രിത്തെ ഡിന്നർ അവിടെ നിന്ന് കഴിച്ചു. സോ മച്ച് ഫൺ. പെട്ടെന്ന് പോയി ദിവസം അല്ലേ, സീരിയസ്ലി ദിവസം വളരെ വേഗം പോയി. അത് അത്രയും സന്തോഷിച്ചുകൊണ്ടായിരിക്കണം വേഗം തീർന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്കൂളിലെത്തി. ബസ് ഭയങ്കര പാട്ടൊക്കെ ഇട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തി. താങ്ക് യു സോ മച്ച് ഈച്ച് വൺ ഓഫ് യു ഫോർ മേക്കിംഗ് ദിസ് ടൂർ വെരി മെമ്മറബിൾ. ആൻഡ് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് സജീന മാം, സനീർ സാർ, ഹരിപ്രിയ മാം, നിങ്ങളില്ലെങ്കിൽ ഈ ടൂർ ഇത്ര വൈബാവില്ല. ഈ കുട്ടികളിങ്ങനെ നോക്കാനൊന്നും പറ്റില്ല. സോ താങ്ക് യു എവ്രി വൺ സോ മച്ച്. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഒരു 24 മണിക്കൂർ പോയത് അങ്ങനെയെന്ന് ലിറ്ററലി അറിയില്ല. താങ്ക്സ് എവ്രി വൺ. അതിബേ ഒന്ന് വേഗം ഇറങ്ങും, എനിക്ക് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യണം.